റിയാക്ടിങ് ടു ജോക്കുട്ടൻ ടു തിരുത്തിയോ എയറിൽ പോയോ അതിൻ്റെ ഇടയ്ക്കൊരു ഫയർ. അപ്പം എന്നെ എന്തോ കത്തിച്ച പോലെയൊക്കെയാണ് ടൈറ്റിൽ. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ബാസിനോട് എനിക്ക് പറയാനുള്ളത്, തെറ്റുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കാം. ഓക്കെ, ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇപ്പൊ ആ ഉരുളിച്ച ആദ്യം ഇവിടെ ഒഴിവാക്കുക. ഓക്കെ, ബാക്കി നീ നോക്കിക്കോ, എനിക്ക് അറിഞ്ഞൂടാ. ഈ വീഡിയോയുടെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ മുക്കിക്കളയുന്ന ഈ സ്വഭാവം അതും ഭയങ്കര മോശമാണ്. കാരണം നിങ്ങളുടെ വീഡിയോയുടെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആണ് ഞാൻ റിയാക്ട് ചെയ്തത്. നിങ്ങൾ എൻ്റെ വീഡിയോയിലെ എൻ്റെ കുറ്റങ്ങൾ എന്താണോ അത് മാത്രം തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഇവരുടെ ചാനൽ തന്നെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഫലസ്തീനിൽ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ അവിടെയുള്ള നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം അത് ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം ഒന്നും അല്ല സുഹൃത്തെ. ഒരു എക്സാമ്പിൾ കാണും. ഇത് ഇസ്രായേലിൽ ഒരു മുസ്ലിം നടന്നു പോകുന്ന വീഡിയോ ആണ്. Assalamu alaikum. So I was really surprised. I just landed in Israel today and I saw Muslims here and I never seen that online. So I was wondering, can I speak to you guys for a second? In Israel, you can be Muslim? Really? I didn't know that. You can come to Jerusalem, you will see the mosque. Wait, let the cart pass. In Israel, you can be Muslim and it's safe? It's not scary to be Muslim? Really? You can walk the streets and you can be friends with Jews? ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം I have so many friends that are Muslim in Europe, and when I came here, they told me that it's scary for Muslims to live here, and then I see them walking around. No, we do live here. You live here freely? Yeah, I'm from Jerusalem. I'm to be. You're from Jerusalem, and you're able to have like the same rights? Wow, that's amazing. I'm so sorry to bother you. Just I see online a lot of media saying the opposite. Actually, there are like many places that you see only Jews, only Muslims and Quran. I think the future of the Middle East is to happen with Jews and Muslims and Christians living together, not to be divided. So I'm so happy to see that. Thank you. Masalam. ഇപ്പൊ കഴിഞ്ഞില്ല, ആ സുഖിനൊരു കുറവ് കിട്ടില്ല. വെറുതെ അൺവാണ്ടഡായിട്ട് ഇല്ലാത്തത് പറഞ്ഞ് തമ്മിലടുപ്പിക്കാൻ നോക്കത്. രമേഷ് പിഷാരടി പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുവാണ്. നിർത്താറായില്ലല്ലേ, വീഡിയോ തുടങ്ങിയതേ ഉള്ളൂ. ബാക്കി തരാം. സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത്. പള്ളുരുത്തിയിലെ സ്കൂളിൽ ഒരു ഹിജാബിന്റെ വിഷയം ഉണ്ടായല്ലോ. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാനേജ്മെന്റും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ വളരെ എളുപ്പത്തിൽ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം വേണമെങ്കിൽ തീരും. ഒരു സംസ്ഥാനം മുഴുവൻ, കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ദുബായിലുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് ഇത് വൈഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ്. ഒരു സിനിമാടൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ വീണ്ടും അതിന് കീഴേ വന്ന് അഭിപ്രായം പറയുകയുള്ളൂ. അതായത് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമയിലെ സൈഡ് വേഷമുള്ള ഫിലോമിന ചേച്ചി പറയുന്നൊരു ഡയലോഗുണ്ട്, സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത്. അൺവാണ്ടഡ് ആയിട്ട് വെറുതെ ഇവിടെ കിടന്ന ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ച് ഇവിടെ ഉള്ളവർ തമ്മിൽ അടുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പിടുത്തം കിട്ടിയോ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അവിടെ ഉള്ള ആളുകളുണ്ട്, അതിന്റെ അതോറിറ്റീസ് ഉണ്ട്. ദേ വിൽ മാനേജ്. അല്ലെങ്കിൽ അത് എന്താണോ അത് നിങ്ങൾ പരീക്ഷണം പോലെ അങ്ങോട്ട് പൊക്കോളും. ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയുകയാണ്, നമ്മളിവിടെ പല പ്രതിഷേധങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നെതന്യാഹുവും UNOയും ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും വഴക്കിടിക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാണ്ട് ആ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവർ പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് കാണിക്കുന്ന ഒരു വീഡിയോ. ഈ ഒരു റിയലൈസേഷൻ എനിക്ക് വന്ന എപ്പോഴാണെന്നറിയോ, ഇവന്മാർ കോമഡിയാണ്. ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് എൻ്റെ സംശയങ്ങൾ കമന്റിൽ ചോദിച്ചപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ശരിക്കും കാര്യങ്ങൾ എൻ്റെതായ നിലക്ക് അന്വേഷിച്ചപ്പോൾ ഈ മതത്തിന്റെ പൊള്ളത്തരം ബോധ്യമായി. ഇദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ വീഡിയോ അടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, വിഷയം എന്താണ്, പ്രോബ്ലം ഓഫ് ഈവിൾ, ദൈവത്തിന്റെ പരീക്ഷണം, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കഷൻ. ഈ ഡിസ്കഷൻ പോയിന്റ് അതായിരിക്കെ ഇദ്ദേഹം എന്ത് ചെയ്യണം, അതിന് മറുപടിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം, അതായത് ചന്ദ്രൻ പളർന്നു എന്ന് ഞാൻ പറയുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടേക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആ ഭാഗം നിങ്ങൾ കണ്ടോ? വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായും. അതായത് ചന്ദ്രനെ രണ്ടായി പിളർന്നു എന്നും വീണ്ടും കൂട്ടിച്ചേർത്തു തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നു? തീർച്ചയായും. വെരി ഗുഡ്. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് ഇടുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താ പറയുക, ഈ ചന്ദ്രൻ പളർന്നോ ഇല്ലേ, അതൊരു ഇസ്ലാമിലെ ഒരു മിറാക്കിളിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് ഞാൻ പറയുന്ന പൊട്ടത്തെറ്റായിക്കോട്ടെ. ഓക്കെ, അത് ഞാൻ പറയുന്ന പൊട്ടത്തെറ്റായിക്കോട്ടെ എങ്കിൽ പോലും അത് ഇവിടെ എങ്ങനെ റെലവെന്റ് ആകും? നമ്മളുടെ വിഷയം എന്താ, പ്രോബ്ലം ഓഫ് ഈവിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടുന്ന കാര്യമാണ് വാട്ട് അബൌട്ടിസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു വിഷയം, അതായത് നമ്മൾ ഒരു
കാര്യം നിങ്ങൾ പറയുന്ന ഒരു കാര്യം തെറ്റാണ്, അത് അങ്ങനെയാണെങ്കിൽ ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിനാണ് നമ്മൾ എനിക്ക് നിങ്ങളോട് അത് തന്നെ പറയാം. നമ്മളൊരു വിഷയം സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ കയറി അൺവാണ്ടഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഐക്യു കുറഞ്ഞ ആൾക്കാരും കാണാനുണ്ട് എന്നുള്ളതനുസരിച്ച് അവതരിപ്പിക്കാതിരിക്കുക. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ വീഡിയോക്കകത്ത് വെച്ചാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ തരിക. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ടായിരുന്നു. അതായത് എത്തീസ്റ്റുകളായിട്ടുള്ള ആളുകൾ വീഡിയോ ഇട്ടു, അത് വിശ്വാസികളിലേക്കാണ് എത്തിയെന്നുണ്ടെങ്കിൽ വിശ്വാസികൾ മിക്കവാറും അതിന് പരിഹസിച്ച് കുറേ കമന്റ് ഇടും. എന്നാൽ എത്തീസ്റ്റുകളിൽ തന്നെയാണെങ്കിൽ നല്ല കാര്യം, വളരെ നല്ല കാര്യം, വളരെ നല്ല വീഡിയോ എന്ന് പറഞ്ഞിട്ടായിരിക്കും കമന്റ് ഉണ്ടാവുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ അപ്പീൽ ടു മോക്കറി, അപ്പീൽ ടു ഫാലസി, ഇതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല സുഹൃത്തെ. 100 പേര് നിങ്ങൾ ആ കളിയാക്കിയതിന്റെ പരമായിട്ട് ഞാനൊരു തിരിച്ച് കൊട്ട് തന്നേ ഉള്ളൂ. അത് ആ ഒരു തമാശ കൊണ്ട് എടുത്താൽ മാത്രം മതി. അല്ലാണ്ട് അതെന്നെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 1000 പേര് ഒരു വീഡിയോ ഇട്ട് 800 പേര് അതിനകത്ത് പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടാൽ അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. എനിക്ക് എൻ്റെതായ ശരിയും തെറ്റുകളും നിങ്ങൾക്കും അതുപോലെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്നെ പഠിപ്പിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ ഇപ്പോൾ ടോപ്പിക്ക് മാറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉത്തരം തന്നിട്ടില്ല. ഞാൻ എൻ്റെ ചാനലിലുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ ഉത്തരം തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം മുട്ടിയെന്നേ അവർ വിശ്വസിക്കുള്ളൂ. അപ്പോൾ ഒന്നുമില്ല, ഇവിടുന്ന് കുറച്ച് അത്യാവശ്യം വ്യൂസ് അങ്ങോട്ട് വരുന്നില്ലേ, അപ്പോൾ അതൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കേരളം തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ വേറെ ഒരു മതത്തിലുള്ള ആൾക്കാർ ഇതുപോലത്തെ തെറികളൊന്നും പറയാണ്ട് ഈ മതത്തിൽ മാത്രം ഇങ്ങനെ കൂടി വരുന്നു. അങ്ങനത്തെ ഒരു പരീക്ഷണം എന്തിനാണ് പടച്ചോൻ തരുന്നത്? ഇപ്പോൾ ഒരു പരീക്ഷണം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് മാത്രം ഇങ്ങനെ കൂട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു എക്സാമ്പിൾ, ഈ കുട്ടി മരണപ്പെട്ടു പോകുന്നൊരു സംഭവം അവരങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ആ കുട്ടീനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ വീഡിയോ ഉള്ളതുകൊണ്ടൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പരീക്ഷണമായിരിക്കുമല്ലോ. ഇത് ആർക്കുള്ള പരീക്ഷണ? ഈ കുട്ടി മരണപ്പെട്ട് കിടക്കുമ്പോൾ ഇത് നോക്കി നിൽക്കുന്ന ഒരു പരീക്ഷണമാണോ, അതോ ഇത് വീഡിയോ എടുത്തിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ പരീക്ഷണം. അപ്പോൾ ഇങ്ങനെയാണോ പരീക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്? നിങ്ങൾ പറഞ്ഞ രീതി വെച്ചിട്ട് പടച്ചോൻ്റെ വേറൊരു പരീക്ഷണം ഞാൻ പറയട്ടെ. ഒരു കുട്ടി മരണപ്പെടുന്നു, പാലസ്തീനിൽ ഒരു പിഞ്ചു കുഞ്ഞ് മരണപ്പെടുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് വിതുമ്പുവാണെങ്കിൽ നമ്മൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചു എന്നാണ് ബാസിത് കഴിഞ്ഞ വീട്ടിൽ എന്നോട് പറഞ്ഞത്. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞ് മരണപ്പെടുമ്പോൾ ആ പിഞ്ചു കുഞ്ഞിനുള്ള പരീക്ഷണം എന്താണ്? എന്തിനാണ് അങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടുകൊണ്ട് അതൊരു പരീക്ഷണ വസ്തുവായി പോകുന്നു? മനുഷ്യ കുഞ്ഞുങ്ങൾ എന്താ പരീക്ഷണം നടത്താനുള്ള കളിപ്പാവയോ? ഓട്ടെ, ഇതൊക്കെ പരീക്ഷണമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ പടച്ചോൻ അറിയാവുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇവിടെയൊക്കെ. അപ്പോൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? പടച്ചോൻ അറിയാം ഇതൊക്കെ. പടച്ചോൻ തന്നെ ഭൂമിയിലേക്ക് ഇടുന്നു, പടച്ചോൻ തന്നെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ ഇതോർത്ത് സങ്കടപ്പെടുന്നതന്നെ. പടച്ചോനല്ലേ ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നേ, സങ്കടപ്പെടണ്ട. ഇതൊക്കെ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് അറിഞ്ഞിട്ടും ബാസിത്ത് ഇങ്ങനെ കിടന്ന് പൊട്ടിക്കയറണോ, അതോ ഞങ്ങളിങ്ങനെ പൊട്ടിക്കയറണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇത് ആദ്യം കമന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല, പക്ഷെ ഇപ്പം എനിക്ക് വ്യക്തമായി. ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കണം ബാസിത്തിനോട്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ പറയും ടോപ്പിക്ക് മാറി സംസാരിക്കുന്ന, പ്രോബ്ലം ഓഫ് ഈവിൾ സംസാരിക്കേണ്ട സ്ഥാനത്ത് ടോപ്പിക്ക് വേറെ മാറ്റി സംസാരിക്കുന്നു എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ, വിഷയം പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു വിഷയം, അതായത് അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ടോപ്പിക്ക് നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കണം. അതിന്റെ തുടക്കം തന്നെ ചുമ്മാ അനാവശ്യമായിട്ട് IQ കുറഞ്ഞവരൊക്കെ നമ്മുടെ വീഡിയോ കാണാനുണ്ട് എന്നിട്ട് വടി കൊടുത്ത് അടി മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം പറയുവാണ് അദ്ദേഹത്തിന് IQ കുറഞ്ഞു എന്ന് പറഞ്ഞു എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. എന്നോടൊരു ഉപദേശമുണ്ട്, കുറച്ച് IQ കുറഞ്ഞ ആൾക്കാരും കാണാനുണ്ട് എന്നുള്ളതനുസരിച്ച് കുറച്ചുകൂടി വിശദീകരിച്ച് പറയണത്. എല്ലാ തരത്തിലുള്ള ആളുകൾ കാണാനുണ്ട്, കുറച്ച് IQ കുറഞ്ഞ ആൾക്കാരും കൂടി കാണാനുണ്ട്. അതായത് ഞാൻ IQ കുറഞ്ഞ ഒരാളാണെന്നാണ് അവർ പറയുന്നത്. IQ കുറഞ്ഞ ആൾക്കാരും കാണാൻ, ഇതിപ്പോ നിങ്ങൾ വടി കൊടുത്ത് അടി മേടിക്കുവാണ്. എന്നാലും ഞാൻ പറയാം, ഒരു IQ കുറഞ്ഞ ആളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന നിങ്ങളുടെ IQ ഇത്രയും സിമ്പിളായ കാര്യം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ IQ കുറഞ്ഞ ആൾക്കാരടക്കം കാണാനുണ്ടെന്ന് ചിന്തിച്ചിട്ട് വേണം ഇനി സംസാരിക്കാൻ എന്ന് പറഞ്ഞത്. ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല, മറിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്തിനാ സുഹൃത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റ് അംഗീകരിക്കാൻ പഠിക്കാതെ നിങ്ങൾ ടോപ്പിക്ക് മാത്രം സംസാരിച്ചാൽ മതി. നിങ്ങൾ ഔട്ട് ഓഫ് ദ ടോപ്പിക് നിങ്ങൾ തന്നെ തുടക്കം തന്നെ പറയുന്നു ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് എന്നുള്ളത്. ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ഉള്ളണ്ട. ഞാൻ തെറ്റ് അംഗീകരിച്ചതുപോലെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് അംഗീകരിക്കുക. അതിൽ വലിയ ആനുകൂല്യ കാര്യമൊന്നുമല്ല സുഹൃത്തെ. ഞാൻ കുറച്ച് ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു റിയാക്ടറാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾ തമ്മിൽ വ്യത്യാസം ഇല്ലാണ്ടായി പോകും. നിങ്ങൾ ഭയങ്കര ശാന്തമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ. റിയാക്ട് ചെയ്യുന്നതോ ഓക്കെ, പരിഹസിക്കുന്നതോ ട്രോൾ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്. അതൊക്കെ നോക്ക്, പരിഹസിക്കുന്നതൊക്കെ. ഇപ്പൊ ഇതൊന്നും പരിഹാസമല്ല, ഇത് പ്യുവർ പരിഹാസമാണ്. ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പിന്നെ അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മനസ്സിലായപ്പോഴേക്കും തന്നെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതെല്ലാം കാണുന്ന ഒരാൾ മേളുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ഒരു പരീക്ഷണമല്ലേ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഓക്കെ, ഞങ്ങളിവിടെ ഓരോരുത്തരുടെയും IQ അയാൾക്ക് എത്രത്തോളം ബുദ്ധിശക്തി ഉണ്ട് നോക്കിയിട്ടൊന്നല്ല ഞങ്ങൾ റിയാക്ട് ചെയ്യും. ഞങ്ങൾ പല ആൾക്കാർ, ഞങ്ങൾ ആരിഫ് ഹുസൈനെ വരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. പിന്നല്ലേ ആ വീഡിയോ കാണുന്ന കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ പരിഹസിക്കാൻ നോക്കിയാണ്, എന്നിട്ട് വടി കൊടുത്ത് അടി മേടിച്ചാണ്. ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അത് കിടന്നിട്ട് ഉരുളാതെ തെറ്റ് അംഗീകരിക്കാൻ പഠിക്കും പ്ലീസ്.
ഇത്രയും സിമ്പിളായ കാര്യം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മളെ IQ കുറഞ്ഞ ആൾക്കാരടക്കം കാണാനുണ്ടെന്ന്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താ മനസ്സിലാക്കാത്ത? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ IQ കുറഞ്ഞവരാണ്. ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ തലയിൽ കയറാത്ത? പക്ഷെ എന്താണ് കാര്യം പറഞ്ഞത് എന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് അതിനോട് പ്രതികരിക്കണ്ടേ എന്ന അർത്ഥത്തിലാണ് IQ കുറഞ്ഞത്. അപ്പോൾ IQ വിശോധിച്ച് നോക്കാം. ആദ്യം നമ്മളോട് റിയാക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് കേട്ടോളൂ. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇവന്മാരെ പട്ടീനെ പോയിട്ട് ആട്ടുമാണ് ആളുകൾ. വിശ്വാസികളായ ആളുകൾ അതിന് പറഞ്ഞിട്ടുള്ള ന്യായം വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും. അതായത് ചന്ദ്രനെ രണ്ടായി പിളർന്നു എന്നും വീണ്ടും കൂട്ടിച്ചേർത്തു തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നു? തീർച്ചയായും. വെരി ഗുഡ്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോയിൽ ഇവരെന്ത് ചെയ്തിട്ട് പട്ടിയെ പോലെ ആട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ തെറിയും പിന്നെ മറ്റും പരിഹാസങ്ങളൊക്കെ അടങ്ങുന്ന ഒരുപാട് കമന്റുകൾ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ പരിഹസിച്ചു, ആയിരക്കണക്കിന് പരിഹാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതൊക്കെ മോശം കാര്യമാണ്. ഞാൻ നേരത്തെ പറയാം, എൻ്റെ കമന്റ് ബോക്സിലും എൻ്റെ പേഴ്സണൽ മെസ്സേജിലൊക്കെ എന്നെ തെറിവിളിക്കാൻ വരുന്നത് അവർ മോശം ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് അവരിൽ മാത്രം കൂടി നിർത്തി ഇങ്ങനെ പരീക്ഷിക്കുന്നു? മനസ്സിലാക്കാൻ പറയാം, നമ്മൾ ഒരിക്കലും ഒരു ഡിസ്കഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ കാര്യമില്ല. കാരണം അതിന് നമ്മൾ അപ്പീൽ. എൻ്റെ കമന്റ് ബോക്സിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജ് 1000 പേര് തെറിവിളിക്കുന്നു, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഞങ്ങൾ തെറിവിളിക്കുന്നു അല്ല ഞാനിവിടെ ചോദിച്ച ചോദ്യം. നിങ്ങൾക്കത് എപ്പോഴും മനസ്സിലായില്ല. അതായത് നിങ്ങളിത് പരീക്ഷണമാണെന്നാണ് എപ്പോഴും പറയുന്നത്. ഓരോരോ പരീക്ഷണം തരുന്നത് ഇവരിൽ മാത്രം എന്തുകൊണ്ട് കൂടുന്നു? അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിലും അദ്ദേഹത്തിന്റെ ഇൻബോക്സിലൊക്കെ ഒരുപാട് ആൾക്കാർ തെറി പറയുന്നുണ്ട്. മുസ്ലിം നാമധാരികളായിരിക്കും ഉദ്ദേശിച്ചില്ല, മുസ്ലിങ്ങളായ ഒരുപാട് ആൾക്കാർ തെറി പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവരിൽ മാത്രം കൂടി നിർത്തി ഇങ്ങനെ പരീക്ഷിക്കുന്നു? ഇപ്പോൾ ഒരാൾ മരണപ്പെടുമ്പോൾ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ ഒരുപാട് പേര് ചിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ നാമധാരികൾ. അപ്പോൾ ഇതെന്ത് പരീക്ഷണമാണ്? അതുകൊണ്ട് ക്രിസ്ത്യാനികളെ കളിയാക്കുമ്പോൾ അതുപോലെ ഒന്ന് തെറി പറഞ്ഞുകൂടാ? അവരെന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പരീക്ഷിപ്പിക്കുന്നില്ല? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ മാത്രം എന്തുകൊണ്ട് കൂടുന്നു? അത് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതല്ലേ? കുട്ടി ജനിച്ച് വളർന്നു വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മാറ്റങ്ങളല്ലേ ഇത്? അങ്ങനെയല്ലേ ഇതൊക്കെ ശരിയാവുള്ളൂ? പിന്നെ അദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ഒരു പള്ളിയിൽ ഒരാൾ പിന്നെ വീഴുന്നു, അപ്പോൾ കുറേ ആൾക്കാർ അത് ശ്രദ്ധിക്കാതെ പോയിട്ട് നിസ്കരിക്കാൻ പോകുന്നു. അതൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകളാണ്. ഇസ്ലാമിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരാൾ പിന്നെ മരിക്കാൻ കിടക്കുമ്പോൾ അയാളുടെ ജീവനേക്കാൾ ഏതെങ്കിലും പള്ളിയിൽ നിസ്കരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ പറഞ്ഞത് മനുഷ്യന്റെ ജീവനാണ് പ്രാധാന്യം കൂടുതലെന്നാണ്. ഇസ്ലാമിൽ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യ ജീവന് തന്നെയാണ്. പക്ഷെ മനുഷ്യൻ മരിക്കുന്നത് ദൈവത്തിന്റെ പരീക്ഷണമാണ്. മനുഷ്യന്മാരുടെ മരണം കൊണ്ട് പരീക്ഷിക്കും. അവിടെ തൊട്ടിൽ കിടക്കുന്ന കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ദൈവത്തിന്റെ അനുമതി പ്രകാരം ആ കുട്ടി സ്വർഗ്ഗത്തിലേക്ക്. ആളുകൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റ്, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷൻസിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ട് നിങ്ങളിൽ മാത്രം കൂടി നിൽക്കുന്നു? ഇങ്ങനത്തെ ഒരു പരീക്ഷണം തരാനോ അതോ ഇത് കണ്ട് നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ള പരീക്ഷണമാണോ ഇത്? നമ്മൾ കണ്ടു ഇതുവരെ യൂട്യൂബ് വീഡിയോസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളൊരു പരീക്ഷണമാണോ ഇത്? അതുകൊണ്ട് ഇതൊന്നും എനിക്കിവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കറക്റ്റായിട്ട് ഉത്തരം തരാണ്ട് അതെല്ലാം മറച്ചു വെച്ചിട്ട് തെറ്റുകൾ മാത്രം എടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഊള സ്വഭാവമാണത്. രണ്ടാമത്തെ കാര്യം, ആ ചോദ്യം എന്താണെന്ന് ഞാൻ ഒന്നുകൂടി ചോദിക്കാം. കഴിഞ്ഞ വീട്ടിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ ഒന്നുകൂടി ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ബാസിത്തിനെ പോലെ നന്നായിട്ട് സംസാരിക്കുക, നല്ല സുന്ദരനും സുമുഖനും നല്ല മെൻറ്റാലിറ്റി ഭയങ്കര ദീനിയായിട്ടൊരാൾ മാസത്തിന്റെ മതത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത്, ഏത് മതത്തിലും ഉണ്ട്, ഏത് രാജ്യത്ത് ചെന്നാലും ഉണ്ട്. ചൈനയിലും ജപ്പാനിലും ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം, കൊറിയയിൽ എവിടെ ചെന്നാലും കുറെ നല്ല ആൾക്കാരും മോശം ആൾക്കാരും എവിടെ ഉണ്ട്. അപ്പോൾ മാസത്തിന്റെ അതേ ക്വാളിറ്റി ഉള്ള ഒരാള് ഈ പറയുന്ന ക്രിസ്ത്യാനിയിലോ ഹിന്ദുവിലോ ബുദ്ധനിലോ ജൂഷിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബാസത്തിന് ഒരു പെങ്ങളുണ്ടെങ്കിൽ ബാസത്തിന്റെ ആ പെങ്ങൾക്ക് ഇതേ വ്യക്തിയോട് പ്രണയം തോന്നുവാണെങ്കിൽ ബാസത്ത് പറയും വേണ്ട അത് കിട്ടത്തില്ല, കാര്യം ശരിയാണ്, അവൻ എൻ്റെ ക്വാളിറ്റി എല്ലാം ഉണ്ട്, നല്ല സൗമ്യമായി സംസാരിക്കുന്ന, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, തെറ്റൊന്നും ചെയ്യാത്തത് നല്ല ചെക്കനാണെങ്കിൽ തന്നെയും അവൻ വേറെ മതത്തിലായതുകൊണ്ട് നമുക്ക് അവനെ കെട്ടാൻ പറ്റത്തില്ല എന്നല്ലേ ബാസത്ത് പെങ്ങളോട് പറയത്തുള്ളൂ. ഈ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം തന്നിട്ടില്ല. കാരണം അവിടെ നിങ്ങൾ മതമാണ് ആദ്യം കൊണ്ട് വെക്കുക. കാരണം മതം വേറെയാണ്, അല്ലാണ്ട് ആ വ്യക്തിയുടെ ക്വാളിറ്റിയോ ആ വ്യക്തിയുടെ മനുഷ്യത്വത്തിന് അവിടെ ഒരു വിലയും നിങ്ങൾ കൊടുക്കൂല. പ്രോബ്ലം ഓഫ് ഈവലിൻ്റെ ഒരു ടോപ്പിക്കേ അല്ല എങ്കിലും ഇതാണ് നിങ്ങളുടെ ഉള്ളിലെ ചിന്താഗതി എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഒരു നോർമൽ ഡിസ്കഷന് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡിസ്കഷൻ്റെ രീതി അതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഹെൽത്തി ഡിബേറ്റ് ആയിരിക്കണം, അല്ലാതെ വെറുതെ മോക്ക് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. ഐക്യ കുറഞ്ഞ ആൾക്കാരും കാണാനുണ്ട് എന്നുള്ളതനുസരിച്ച് ആളുകൾ പ്രയാസപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവവിശ്വാസികളുടെ ലോകത്ത് മാത്രമല്ലല്ലോ, നിങ്ങളുടെ അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലോകവീക്ഷണത്തിലും ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? അപ്പോൾ ഞാൻ നിരീശ്വരവാദിയല്ല ആയിക്കോട്ടെ, നിങ്ങൾ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞവർക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. സുഹൃത്തെ, എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുവാണ്, ഒരുപാട് ചിന്തിക്കാൻ പോകത്തില്ല. ബൈബിളിനകത്ത് പറയാണ്, കുഷ്ഠരോഗിനെ സുഖപ്പെടുത്തി അല്ലെങ്കിൽ മാതാവ് മറ്റേ പാമ്പിനെ ചവിട്ടി താത്തി ഉടലോടെ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോയി. ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് പഠിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച്
നേട്ടമില്ല, ജീവിതത്തിൽ ഇതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അൺവാണ്ടഡ് ആയിട്ട് മതം തലയ്ക്ക് പിടിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനുള്ള മതം. അതായത് നമുക്ക് സമാധാനം കിട്ടുന്നില്ല, പള്ളിയിലേക്ക് പോകുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാം, പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം കിട്ടുന്നെങ്കിൽ ചെയ്യുക, ഖുറാൻ വായിക്കുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യുക, ബൈബിൾ വായിക്കുമ്പോൾ സമാധാനം കിട്ടുന്നത് ചെയ്യുക, പള്ളിയിൽ പോകുമ്പോൾ സമാധാനം കിട്ടുന്നത് ചെയ്യുക, അമ്പലത്തിൽ പോകുമ്പോൾ സമാധാനം കിട്ടുന്നത് ചെയ്യുക, മരത്തിൻ്റെ അടിയിലോ ബീച്ചിലോ പോയി സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ സാധാരണക്കാരൻ്റെ ഒരു ലൈഫ്. ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് ഇതിനകത്തേക്ക് ഇതിങ്ങനെ പഠിച്ചതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ മാത്രം താല്പര്യമില്ല. എനിക്കതിന് താല്പര്യമില്ല, സമയവുമില്ല, ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നേട്ടം എന്തായാലും വേണ്ട, എനിക്കൊരു നേട്ടവും ഇല്ല, അതുകൊണ്ട് താല്പര്യമില്ല. മഴ എങ്ങനെ പെയ്യുന്നു? മഴ പെയ്യിപ്പിക്കുന്നത് ദൈവമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ? ദൈവമാണ് ഈ വ്യവസ്ഥ മൊത്തം സൃഷ്ടിച്ചത്. ആ വ്യവസ്ഥ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നീരാവി മുകളിലേക്ക് പോകുന്നു, അവിടെ കണ്ടൻസ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് പിന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് മഴ പെയ്യുന്നത്. അത് ദൈവം സൃഷ്ടിച്ച വ്യവസ്ഥയാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒരു വ്യവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ പ്രാപഞ്ചിക വ്യവസ്ഥ എന്ന് പറയാം. നമ്മുടെ നോർമലായ കാര്യങ്ങൾ, അതായത് ഈ പ്രപഞ്ചത്തിൽ പൊതുവേ നടക്കുന്ന കാര്യം, ഞാൻ സംസാരിക്കുന്നു, ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ സ്ക്രീനിൽ അത് വിസിബിൾ ആകുന്നു, ഇതെല്ലാം നോർമലി ഉള്ള പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ നോർമലായ പ്രപഞ്ച വ്യവസ്ഥ പൊതുവേ നടന്നു പോവുകയാണ് ചെയ്യുക. അതിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റുമോ? പറ്റും. എന്നാൽ ദൈവം ഓരോ സമയത്തും നിർബന്ധമായും ഇടപെട്ടുകൊള്ളണമെന്നുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ശരിക്കും മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാവർക്കും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രീ വില്ലോട് കൂടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടേതായ സ്വതന്ത്രേച്ഛയുണ്ട് എന്നുള്ളതാണ് ഫ്രീ വില്ലിന്റെ അടിസ്ഥാനം. അതായത് എനിക്ക് ശരിയും തെറ്റും ചെയ്യാനുള്ള ഒരു ഫ്രീ വില്ലോട് കൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് അടിസ്ഥാനങ്ങൾ സുഹൃത്തുക്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. 24 മിനിറ്റുള്ള ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് പ്രതീക്ഷിച്ചു. കാരണം ഞാൻ ചോദിച്ച കുറെ പോയിന്റ്സിനൊക്കെ ഉത്തരം ഉണ്ടാവുമായിരിക്കും. എവിടെയിട്ട് ഏതൊക്കെയോ 2-3 എൻ്റെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഒരു വീഡിയോ. നിങ്ങളെ ഞാൻ ഇതുപോലെയാണ് റിയാക്ട് ചെയ്തത്. എനിക്ക് ഐക്യു കുറവാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ കേട്ടിട്ടുള്ളത്. ഇവിടെ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരുടെയും അവരുടെ വിശ്വാസം ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇവിടെ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരുടെയും അവരുടെ വിശ്വാസം, അവരുടെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ് ചന്ദ്രനെ ദൈവം രണ്ടായി പളർത്തി കാണിക്കുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത്. ഇത് മുഹമ്മദ് നബി ചെയ്തു എന്നല്ല പറഞ്ഞത്. മുഹമ്മദ് നബി പോയിട്ട് ചന്ദ്രനെ രണ്ടാക്കി കാണിച്ചു എന്നല്ല പറഞ്ഞത്, മറിച്ച് അത് ദൈവത്തിന്റെ അതാണ്. അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഓക്കെ, അതായത് എങ്ങനെയാണത് പോസിബിൾ ആവുക? അവിടെയാണ് നമ്മൾ പറയുന്നത് അതൊരു നോർമൽ സംഭവമല്ല. നോർമലി ചന്ദ്രൻ രണ്ടാവോ? ഇല്ല. നോർമലി നമ്മുടെ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയിൽ ചന്ദ്രൻ രണ്ടാവുകയും കൂട്ടിച്ചേരുകയും ചെയ്യൂല. കാരണം അവിടെ ഗ്രാവിറ്റിയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ വരും. അപ്പൊ നോർമലി അത് സാധ്യമല്ല. സയന്റിഫിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം സയന്റിഫിക്കലി ചന്ദ്രൻ രണ്ടാവുകയും കൂടിച്ചേരുകയും ചെയ്യില്ല. പിന്നെ എന്താ അത്? ദാറ്റ് ഈസ് മിറാക്കിൾ. മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? നോർമലായ കാര്യത്തിന് അപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അത്ഭുത പ്രവൃത്തി എന്ന് പറയാം. അല്ലെ? സയന്റിഫിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് മിറാക്കിൾ അല്ല, അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നോർമലി സംഭവിക്കാത്ത കാര്യങ്ങളാണ് ദൈവത്തിന്റെ പ്രവൃത്തി മൂലം സംഭവിച്ചു എന്ന് പറയുന്നത്. അതിനാണ് മിറാക്കിൾ എന്ന് പറയാം. ബൈബിളിൽ കർത്താവ് 5,000 പേർക്ക് കൊടുത്തൊരു മിറാക്കിളാണ്. മറ്റേ ഹനുമാൻ മറ്റേ ലങ്ക കൊണ്ടുപോയത് ഒരു അത്ഭുതമാണ്. ഇങ്ങനെ ഓരോ രാജ്യത്ത് പോയാലും ഓരോ വിശ്വാസികൾക്ക് ഓരോന്നും പറയാനുണ്ട് അത്ഭുതങ്ങളെന്ന് പറയാനായിട്ട്. ജപ്പാനിൽ പോയി ജപ്പാനിൽ വേറെ അത്ഭുതങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പൊള്ളാം. നിങ്ങൾ ഈ ചന്ദ്രനെ കീറി പുലർത്തി അത് കണ്ടവരുണ്ട് എന്ന് പറയുന്നത് അത് സത്യം. ബിഗ് ബോസ് സീസണിലെ റെലവൻ്റ് ആയിട്ടൊരു ഗെയിം ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് ഒരാളൊരു കഥ പറയുന്നു, ആ വ്യക്തി വേറൊരാളോട് പറയുന്നു, പറഞ്ഞ് അവസാനം എത്തുമ്പോൾ കഥയുടെ രൂപം തന്നെ മാറും. തുടങ്ങട്ടെ കഥ. മര്യാദമൂല ഗ്രാമത്തിലെ ശങ്കരൻ മൂർത്തി എന്ന വ്യക്തി തെക്കോട്ട് നോക്കി വടക്കോട്ടും പടിഞ്ഞാറോട്ടും നടന്നു. അവിടെ ഒരു മലയുണ്ടായിരുന്നു. അവിടെ ഒരു പട്ടി കടിക്കാൻ വന്നു. പട്ടിയുടെ പേരായിരുന്നു കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തി കടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു. സ്ലാബ് 2 ഇഞ്ചുള്ള സ്ലാബായിരുന്നു. ആ സ്ലാബ് കാല് തട്ടി 10 ഇഞ്ച് താഴോട്ട് പോയപ്പോൾ അവിടെ 6 അടി 3 ഇഞ്ചുള്ള ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ, ഒരു മിനിറ്റ് ഒന്നുകൂടി പറയാം, ഇത്രയൊക്കെ ഉള്ളൂ. അല്ല, ശങ്കരൻ മൂർത്തി. ആദ്യത്തെ വേർഡ് പറ. സെറീനെ എനിക്കറിയില്ല. നീ പറ, ആദ്യത്തെ വേർഡ് ഒന്നുകൂടി പറ. എനിക്കറിയില്ലെന്ന്. ബാക്കി നീ നോക്കിക്കോ, എനിക്ക് അറിഞ്ഞൂടാ. സാറ് പറഞ്ഞപ്പോ എന്റെ കിളി പോയി. അപ്പൊ 1400 വർഷം മുമ്പ് ഒരാൾ എഴുതി വെച്ചേക്കുന്ന ഒരു പുസ്തകത്തിനകത്തുള്ളൊരു കാര്യം ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റം വരില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഏതെങ്കിലും 2 പെഗ് അടിച്ച് മാനത്ത് നോക്കി രാത്രി ഇരുന്ന സമയത്ത് ചന്ദനം വന്നു മറ്റേ മേഘം വന്ന് മൂടി. അപ്പൊ ചന്ദനം പിളർന്നവരെ തോന്നി, ബുക്ക് എടുക്കടാ എഴുതി. 1500 വർഷം കഴിയുമ്പോഴേക്കും അത് പറഞ്ഞ് വേറെ രീതിയിലായി. ബാക്കി നീ നോക്കിക്കോ, എനിക്ക് അറിഞ്ഞൂടാ. കുറെ പേര് അത് ശരിയാക്കി എടുക്കാൻ നോക്കുന്നു, അർത്ഥങ്ങൾ മാറ്റി ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇന്റർപ്രറ്റ് ചെയ്യാൻ നോക്കുന്നു. സാറ് പറഞ്ഞപ്പോ എന്റെ കിളി പോയി. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണെന്ന് പറയാൻ നോക്കുന്നു.
ഇവിടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നു, അത് അവിടെയൊക്കെ നിരപരാധികളുടെ കൂടെ, ന്യായത്തിന്റെ കൂടെയാണ് ഞങ്ങൾ. ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം. അത് തന്നെ വേർതിരിവല്ലേ. ഇപ്പോഴും ബാസിനോട് പറയുന്നു, ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ കാര്യം, മനുഷ്യത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെ സ്റ്റാൻഡ് ഏകദേശം സെയിം ആണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റിലീജിയൻ അത് നിങ്ങളുടെ വാതിൽപ്പടിയിൽ വന്ന് എന്ത് ചെയ്യും? അതെന്തെങ്കിലും ആട്ടെ. എനിക്ക് തോന്നുന്ന അവരുടെ ചാനലിന്റെ മെയിൻ ഉദ്ദേശം തന്നെ, ഇപ്പൊ ന്യൂസ് ചാനൽ ന്യൂസ് മാത്രം പറയുന്നു, കുക്കറി ഷോ മാത്രം പറയുന്നു, പറയാ മതത്തിന്റെ കാര്യം മാത്രം പറയുന്ന ഒരു ചാനൽ. ഇങ്ങനെയുള്ളവരോട് സംസാരിച്ച് നമുക്ക് ജയിക്കാനും പറ്റില്ല, വേറെ കാര്യം. കാരണം അതിനുവേണ്ടിയാണ് അവർ ചാനൽ ആക്കിയേക്കുന്നത്. ഞാൻ പരീക്ഷണത്തിൽ തോറ്റുപോയെങ്കിൽ എന്റെ വിധി എന്താണ്? അതിന് നിങ്ങൾ ഉത്തരം തന്നിട്ടില്ല. നിങ്ങൾ ഒന്നിനും ഉത്തരം തരുന്നില്ല. ബാക്കി നീ നോക്കിക്കോ, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ അപ്പോഴേക്കും ടോപ്പിക്ക് മാറ്റി സംസാരിച്ചെന്ന് പറഞ്ഞത് ഉരുളുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളെന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം ഒന്നും പറയാനില്ല. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കുറെ തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വന്നായിരിക്കും. ബൈ ഫോർ നൗ.